മുംബൈ പൂനെ ഹൈദരാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ വിശദമായ പദ്ധതിരേഖ പൂർത്തിയായി. 2026-27 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ഈ അത്യാധുനിക അതിവേഗ റെയിൽപാത യാഥാർത്ഥ്യമാകുന്നതോടെ മുംബൈയും ഹൈദരാബാദും തമ്മിലുള്ള യാത്രാസമയം 3 മണിക്കൂറിൽ താഴെയായി ചുരുങ്ങും. നിലവിൽ ട്രെയിൻ മാർഗം ഈ ദൂരം സഞ്ചരിക്കാൻ 12 മുതൽ 15 മണിക്കൂർ വരെയാണ് സമയമെടുക്കുന്നത്. 3 സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്ന പാതയ്ക്ക് തെലങ്കാനയിൽ ഏകദേശം 93 കിലോമീറ്ററും കർണാടകയിൽ 121 കിലോമീറ്ററും മഹാരാഷ്ട്രയിൽ 457 കിലോമീറ്ററും ദൈർഘ്യമുണ്ടായിരിക്കും. തെലങ്കാന, കർണാടക എന്നിവിടങ്ങളിലെ സ്റ്റേഷനുകൾ കൊക്കപ്പേട്ട്, വികാരാബാദ്, ശംഷാബാദ്, കലബുറഗി എന്നിവയായിരിക്കും. ശംഷാബാദിനടുത്ത് ഒരു ഡിപ്പോയും ആസൂത്രണം ചെയ്യുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ സ്റ്റേഷനുകൾ വിക്രോളി, താനെ, നവി മുംബൈ, ലോണാവാല, പ്രിപി, ചിച്വാഡ്, പൂനെ, ബരാമതി, ബണ്ടർപൂർ, സോലാപൂർ എന്നിവയായിരിക്കും. കുന്നിൻ പ്രദേശമായ ഖണ്ടാലാഘാട്ട് ഭാഗം ഉൾപ്പെടെ 13 സ്ഥലങ്ങളിൽ തുരങ്കങ്ങൾ പദ്ധതിയിൽ നിർദ്ദേശിക്കപ്പെടുന്നു. ഇത് മൊത്തം 24 കിലോമീറ്റർ വരും. കൂടാതെ 3 സ്ഥലങ്ങളിലായി 35.30 കിലോമീറ്റർ ഭൂഗർഭപാതയും ഉണ്ടായിരിക്കും. വിമാനത്താവള ശൈലിയിലുള്ള സ്റ്റേഷനുകൾ, കെട്ടിടങ്ങൾ, പാർക്കിംഗ്, യാത്രാ സൗകര്യങ്ങൾ എന്നിവയ്ക്കായി ഓരോ സ്റ്റേഷൻ സമുച്ചയത്തിനും ഏകദേശം 247 ഏക്കർ സ്ഥലം ആവശ്യമെന്ന് കണക്കാക്കപ്പെടുന്നു. സംയോജിത ഗതാഗത ലിങ്കുകളോടെ അന്താരാഷ്ട്ര നിലവാരത്തിലാണ് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഓരോ ട്രെയിനിലും 16 കോച്ചുകളിലായി 1215 യാത്രക്കാർക്ക് സഞ്ചരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ പ്രവർത്തനത്തിന്റെ ആദ്യ വർഷത്തിൽ പ്രതിദിനം 63,000-ലധികം യാത്രക്കാരുണ്ടാകുമെന്നും കണക്കാക്കുന്നു. ഇന്ത്യയുടെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ ഭാഗമായി 2026-2027 കേന്ദ്ര ബജറ്റിലാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. DPR പൂർത്തിയായതോടെ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പുള്ള അടുത്ത ഘട്ടം ഭൂമി അനുവദിക്കുന്നതാണ്. മഹാരാഷ്ട്രയിലെ പശ്ചിമഘട്ട മലനിരകളിലൂടെ കടന്നുപോകാൻ ഏകദേശം 35.3 കിലോമീറ്റർ നീളത്തിൽ ഭൂഗർഭ തുരങ്കങ്ങൾ നിർമ്മിക്കും. 16 കോച്ചുകളുള്ള ഒരു ട്രെയിനിൽ 1215 യാത്രക്കാർക്ക് സഞ്ചരിക്കാം. പ്രതിദിനം 63,000-ലധികം ആളുകൾ ഇത് ഉപയോഗിക്കുമെന്നാണ് കണക്കാക്കുന്നത്. വേഗത മണിക്കൂറിൽ 300 കിലോമീറ്ററാണ്. നിർമ്മാണം, ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാകുന്നതനുസരിച്ച് 2027-2028 വർഷത്തോടെ നിർമ്മാണം ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഹൈദരാബാദ് മെട്രോയ്ക്ക് സമാനമായി ഈ പാതയുടെ ഭൂരിഭാഗവും തൂണുകളിൽ നിർമ്മിച്ച എലിവേറ്റഡ് ട്രാക്കുകളായിരിക്കും. ഇത് ഭൂമി ഏറ്റെടുക്കൽ മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ സഹായിക്കും. ഖണ്ടാലാഘട്ട് മേഖലയിലെ മലനിരകൾ മുറിച്ചു കടക്കാൻ 13 സ്ഥലങ്ങളിലായി ആകെ 24 കിലോമീറ്റർ നീളത്തിൽ തുരങ്കങ്ങൾ നിർമ്മിക്കും. പാതയിലെ ആകെ തുരങ്കങ്ങളുടെ നീളം 35.3 കിലോമീറ്റർ വരും. അത്യാധുനിക യൂറോപ്യൻ ട്രെയിൻ കൺട്രോൾ സിസ്റ്റം അല്ലെങ്കിൽ ജാപ്പനീസ് ഷിൻകാൻസെൻ സാങ്കേതിക വിദ്യയാണ് ഇതിനായി ഉപയോഗിക്കുക. സ്റ്റേഷനുകളുടെ പ്രത്യേകതകൾ: ഹൈദരാബാദിലെ ശംഷാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം ഈ ബുള്ളറ്റ് ട്രെയിനിന്റെ ഒരു പ്രധാന ഹബ്ബും മെയിന്റനൻസ് ഡിപ്പോയും സ്ഥാപിക്കും. മുംബൈയിലെ വിക്രോളി അല്ലെങ്കിൽ നവി മുംബൈയിലെ എയർപോർട്ട് ആയിരിക്കും പ്രധാന സ്റ്റാർട്ടിംഗ് പോയിന്റ്. മുംബൈ, പൂനെ, ഹൈദരാബാദ് എന്നീ 3 പ്രമുഖ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നതിലൂടെ വ്യാപാര, വ്യവസായ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടം ഉണ്ടാകും. നിർമ്മാണ ഘട്ടത്തിലും അതിനുശേഷവും ലക്ഷക്കണക്കിന് ആളുകൾക്ക് നേരിട്ടും അല്ലാതെയും തൊഴിലവസരങ്ങൾ ലഭിക്കും. ഈ പദ്ധതിക്ക് പുറമെ തെലങ്കാന സർക്കാർ മറ്റ് 2 അതിവേഗ റെയിൽപാതകൾ കൂടി ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഹൈദരാബാദ് ചെന്നൈ ബുള്ളറ്റ് ട്രെയിൻ, ഹൈദരാബാദ് ബംഗളൂരു ബുള്ളറ്റ് ട്രെയിൻ എന്നിവയാണ്. ഇത് പ്രാഥമിക സർവേ ഘട്ടത്തിലാണ്. നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് DPR സമർപ്പിച്ചതിനെ തുടർന്ന് തെലങ്കാന സർക്കാർ ഭൂമി വേഗത്തിൽ ഏറ്റെടുക്കാനുള്ള നടപടികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഗുജറാത്തിലെ സൂററ്റ് മുതൽ വാപി വരെയുള്ള ആദ്യ സെഷൻ 2027 ഓഗസ്റ്റ് 15 സർവീസ് ആരംഭിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുംബൈ മുതൽ അഹമ്മദാബാദ് വരെയുള്ള മുഴുവൻ പാതയും 2029 ഡിസംബറോടെ പൂർത്തിയാകും. പദ്ധതിക്ക് ആവശ്യമായ 100% ഭൂമിയും പൂർണ്ണമായും ഏറ്റെടുത്തു കഴിഞ്ഞു. തൂണുകളുടെ നിർമ്മാണം: പാതയിലുടനീളം 446 കിലോമീറ്റർ ദൂരത്തിൽ കോൺക്രീറ്റ് തൂണുകളുടെ നിർമ്മാണം പൂർത്തിയായി. വയഡക്ട് തൂണുകൾക്ക് മുകളിലൂടെ ട്രെയിൻ ഓടിക്കുന്നതിനുള്ള പാലം 352 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. ഗുജറാത്തിലെ 8 സ്റ്റേഷനുകളായ വാപി, ബിലിമോറ, സൂററ്റ്, ബറൂച്ച്, ആനന്ദ്, വഡോദര, അഹമ്മദാബാദ്, സബർമതി എന്ന പ്രധാന സ്ട്രക്ചറൽ ജോലികൾ പൂർത്തിയായി. മഹാരാഷ്ട്രയിലെ സ്റ്റേഷനുകളുടെ ജോലികൾ ദ്രുതഗതിയിൽ നടക്കുകയാണ്. മുംബൈക്ക് സമീപം കടലിനടിയിലൂടെയുള്ള 7 കിലോമീറ്റർ ഉൾപ്പെടെ ആകെ 21 കിലോമീറ്ററുള്ള തുരങ്കത്തിന്റെ നിർമ്മാണത്തിനായി വമ്പൻ ടണൽ ബോറിംഗ് മെഷീനുകൾ വിക്രോളിയിലും സാവലിയിലും സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. പാൽഘട്ടത്തിലെ 3ാമത്തെ മലയോര തുരങ്കവും അടുത്തിടെ വിജയകരമായി തുറന്നു. നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് നൽകുന്ന വിവരങ്ങൾ പ്രകാരം ടിക്കറ്റ് നിരക്കുകൾ സാധാരണ വിമാന നിരക്കുകളേക്കാൾ കുറവും എന്നാൽ നിലവിലുള്ള AC ട്രെയിൻ നിരക്കുകളേക്കാൾ കൂടുതലുമായിരിക്കും. മുംബൈ മുതൽ അഹമ്മദാബാദ് വരെയുള്ള മുഴുവൻ യാത്രയ്ക്കുള്ള ടിക്കറ്റ് നിരക്ക് ഏകദേശം 3000 രൂപയിൽ ആരംഭിക്കാനാണ് സാധ്യത. ഒരു സ്റ്റേഷനിൽ നിന്ന് അടുത്ത സ്റ്റേഷനിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് നിരക്ക് 250 ആയിരിക്കും. ട്രെയിനിൽ സാധാരണ ക്ലാസുകൾക്ക് പുറമെ ആഡംബര സൗകര്യമുള്ള ഒരു ബിസിനസ് ക്ലാസ് കൂടി ഉണ്ടായിരിക്കും. ഇതിന്റെ നിരക്കുകൾ 3000 രൂപയ്ക്ക് മുകളിലായിരിക്കും. ഇന്ത്യൻ യാത്രക്കാരുടെ രീതികൾ അനുസരിച്ച് ട്രെയിനിന്റെ അവസാന കോച്ചിൽ ലഗേജ് സൂക്ഷിക്കാൻ പ്രത്യേക മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നിശ്ചിത പരിധിയിൽ കൂടുതൽ ഭാരമുള്ള ലഗേജുകൾക്ക് അധിക തുക ഈടാക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.